ഈ ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ആലപ്പുഴക്കാരുടെ ആശങ്കകൾ മാറുന്നേയില്ല. ഫ്ലൈ ഓവറുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം ഭാവിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭീതിയുണ്ട്. ഹൈവേയുടെ നവീകരണ ജോലികൾ ആരംഭിച്ച ശേഷം ഏറ്റവും കുറഞ്ഞത് 100 പേരെങ്കിലും ആലപ്പുഴ ജില്ലയിൽ മാത്രം അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. കൃഷ്ണപുരം മുതൽ തുറവൂർ വരെ ഹൈവേയുടെ വീതി കൂട്ടലും തുറവൂർ മുതൽ അരൂർ വരെ ഉയരപ്പാത നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളിൽ ചിലത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആശങ്കകൾ ഒഴിയുന്നില്ല. ജീവൻ കയ്യിൽ പിടിച്ചാണ് ആളുകൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നത്. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ മുതൽ തുറവൂർ വരെയുള്ള 13 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ആണിത്. നാടിന് അഭിമാനിക്കാം. പക്ഷേ നിർമ്മാണം ആരംഭിച്ച ശേഷം ഈ ചെറിയ ദൂരത്തിൽ മാത്രം 50-ലധികം ആളുകൾ വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഉപ്പുരസമുള്ള കായൽ മണൽ ഉപയോഗിച്ചാണ് ആലപ്പുഴയിൽ ഫ്ലൈ ഓവറുകൾ നികത്തുന്നത്. ഇത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കൊല്ലം മൈലക്കാടുണ്ടായ പോലെ റോഡ് ഇടിഞ്ഞു താഴുമോ എന്ന ആശങ്കയുണ്ട്. വിഷയം ലോകസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചതിനെ തുടർന്ന് കായൽ മണ്ണിനൊപ്പം കിഴക്കൻ മണലും ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയായി ഇതേപോലത്തെ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ ജീവൻ ബലി നൽകിയവരെ കുറിച്ച് ആരോർക്കാൻ? ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.